ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇത് ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് വിനാഗിരി, നമ്മൾ സുർക്ക എന്നൊക്കെ പറയും, പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങ, പിന്നെ ഇത് മിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാത്രം. ആദ്യം നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം വെച്ച് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പിൽ എല്ലാ ഭാഗത്തും ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് വരതി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒന്ന് അതിൻ്റെ നീരൊക്കെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷനെ നിർമ്മിച്ചെടുക്കാം. നമ്മൾ ആദ്യം 2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചെടുക്കാം. അതിനുശേഷം ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ച് അപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൽ നിന്ന് ഒരു രാസപ്രവർത്തനം നടക്കുന്നതായിട്ട് തോന്നാം. പതകളൊക്കെ പൊന്തുന്നുണ്ട്. നമ്മളെ സോഡയിലോട്ട് ഉപ്പ് വെച്ച മാതിരി ഇട്ടമാതിരിയുള്ള പതകളൊക്കെ മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്ത ശേഷം ലേശം ഒരു വെള്ളം കൂടിയിരിക്കണം, അപ്പോൾ വിനാഗിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒന്നുകൂടി സോഡപ്പൊടി ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ ആയതിനു ശേഷം ഇനി നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. നല്ലവണ്ണം തേച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി പോരുന്നതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഏത് കറയും പെട്ടെന്ന് ഇളകി പോരാനുള്ള ഒരു ടിപ്സാണിത്. കഞ്ഞിവെള്ളം ചിന്തിയത്, അതുപോലെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരത്ത് ചായ ചിന്തിയതുമായിട്ടുള്ള പലവിധ കറകളും നമ്മളെ വീട്ടിലുള്ള ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കറകളും ഈ ഒറ്റ ടിപ്സ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇളകി പോരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപകാരം ആണെന്ന് കരുതിയാൽ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവർക്കും. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഉണക്കാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നല്ലൊരു കോട്ടൺ സീൽ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ല, എല്ലാ കറകളും ഒക്കെ ഇളകിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. ഏത് കറയായാലും ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ മതി. ഇത് ഇൻഡക്ഷൻ കുക്കർ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മളെ മിക്സി, അതുപോലെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ഇതുപോലെയുള്ള ഈ ടിപ്സ് ഉപയോഗിച്ചാൽ ഈ കറകളൊക്കെ ഇളകി പോരുന്നതാണ്. മിക്സിയുടെ മുകളിലുള്ള ഇതുപോലെയുള്ള കറകളും ഇതുപോലെയുള്ള ഈ ടിപ്സ് ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇളകി പോരുന്നതാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇവിടെ ലേശം കൂടി ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറുനാരങ്ങ നീര് ഒന്നുകൂടി ഒന്ന് ഉറ്റിച്ചൊന്നിങ്ങനെ ഒരതി ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തുടച്ചെടുക്കാം. അപ്പോൾ നല്ല ഏകദേശമൊക്കെ ആ കറകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ പഴയ അവസ്ഥ.
സൈഡിൽ കാണുന്ന ആ പിക്ചറിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.